നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. ഞങ്ങളൊന്ന് കുറച്ച് നാളത്തേക്ക് നാട്ടിൽ പോയി നിൽക്കുക കേട്ടോ. കറക്റ്റ് സമ്മർ തുടങ്ങിയപ്പോഴാണ് പോകുന്നത്. ഇവിടെ കുറെ ഷോപ്പിങ്ങിന്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, കുറെ ബാഗും കാര്യങ്ങളൊക്കെ ചില ദിവസങ്ങൾ വരാറുണ്ട് ഇങ്ങനെ ഉണ്ടല്ലേ. നമുക്കൊരു ജ്വല്ലറി ഔട്ട്ലെറ്റ് വെച്ചാലോ ഇവിടെ. നമ്മുടെ വണ്ടിയുടെ MOT കഴിയാനായിട്ടോ. ഇനിയിപ്പോ അത് ബുക്ക് ചെയ്യണം അടുത്ത പരിപാടി. ഈ ഒരു സമയത്തൊക്കെ ദുബായിൽ ഇറങ്ങി വരാൻ പറ്റുവാണെങ്കിൽ അടിപൊളി കുറെ സാധനങ്ങൾ മേടിക്കാൻ. ദുബായിൽ ഇറങ്ങി 2 മിസൈലും മേടിച്ച് വീട്ടിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ അവർ ലൈഫ് ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് മിന്നുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വിടണം. മിന്നുവിന് കുറച്ച് പരിപാടികളുണ്ട് അവിടെ അല്ലേ. അങ്ങനെ ബാക്ക് നമ്മളെ സമ്മർ ഡേ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലേ. സമ്മർ വൈബ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ ഷർട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങി, നല്ല തണുപ്പുണ്ട്, പക്ഷെ വെയിലത്ത് നിൽക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പൊ എന്നെ കൊണ്ടുവിട്ടിട്ട് അപ്പനും മോളും കൂടി അടിച്ചു പൊളിക്കാൻ പോവാന്നാണ് പറഞ്ഞത്. മിന്നുവിനെ ഇന്ന് കൊണ്ടുവിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മളപ്പോൾ അതേ ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ. ഇനിയിപ്പോൾ മിന്നിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങാൻ. അപ്പം ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് UK വിട്ട് നിന്നാലോ എന്നുള്ള പ്ലാനിലാണല്ലോ അല്ലടി. ഒന്ന് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാട്ടോ ഞങ്ങൾ. നമുക്ക് മുട്ടായി മേടിച്ചോ. പിന്നെ എന്നാ മേടിക്കണ്ടേ? സമ്മർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു വൈബ് ഉണ്ട് കേട്ടോ. പക്ഷെ ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഇത് വരുന്നുണ്ടല്ലേ. ഡാഫോഡിൽസ് കാണുമ്പോൾ തന്നെ മനസ്സിന് ആശ്വാസമാണ്. ഫുള്ള് മഞ്ഞ കളറേ. അതെ, ഇതാണ് ഇവിടെ നിറച്ചും ഡാഫോഡിൽസ് ആട്ടോ. അത് കണ്ടോ. മറ്റേ ഇത് വന്നു കേട്ടോ. ഏതാ ഡെയ്സി ഇല്ലേ, ഡെയ്സി ഫ്ലവർ ആയി, ഈ ഡാഫോഡിൽസ് ഒക്കെ ആക്ച്വലി പോയി. ഡാഫോഡിൽസിന്റെ കഴിഞ്ഞു, പക്ഷെ അത് അങ്ങോട്ട് ആസ്വദിക്കാനുള്ള സമയം കിട്ടിയില്ല. മഴയും മഞ്ഞും വരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. ഇവിടെ കുറെ ഷോപ്പിങ്ങിന്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, കുറെ ബാഗും കാര്യങ്ങളൊക്കെ ചില ദിവസങ്ങൾ വരാറുണ്ട് ഇങ്ങനെ ഉണ്ടല്ലേ. പേഷ്യൻസിന് ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. അത് ശരിയാ, വാടക്കിറങ്ങി ഇറങ്ങി വരാം. ശരിയാ, ഇവിടെ വന്ന് ജസ്റ്റ് ഷോപ്പിംഗ് ചെയ്യാം അല്ലേ. നമുക്കൊരു ജ്വല്ലറി ഔട്ട്ലെറ്റ് വെച്ചാലോ ഇവിടെ. ഓക്കെ എന്നാ. ഓക്കെ, ദൈവം സഹായിച്ച ആഴ്ചയിൽ ഒരു ഓർഡർ എങ്കിലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അതൊരു വലിയ കാര്യം. അപ്പോൾ നമ്മൾ പാർസൽ അയക്കാൻ വേണ്ടി വന്നേക്കോട്ടെ. നമ്മൾ ടെസ്കോയിൽ വരും. ആമി ഞാനും വന്ന് എപ്പോഴും പാർസൽ വന്ന് അയക്കുന്നത്. എന്താ തന്നെ അതെ, ഞങ്ങൾ പാർസൽ അയച്ചിട്ട് വരാട്ടാ. വണ്ടി വരുന്നുണ്ട് ഡാഡിയുടെ കൈ. ആമിക്ക് കാണാപ്പാടാ കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഞങ്ങളിത് പാർസലൊക്കെ അയച്ച് തിരിച്ചു വന്നിട്ടോ. വളരെ പെട്ടെന്നായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളല്ലോ. ഇനി നമ്മൾ പോകുന്നത് അസ്ദയിലേക്ക് അല്ലടി ആമി. എന്തിനാ പോകുന്നത്? എന്തിനാണ് പോകുന്നത്? അസ്ദയിൽ എന്തിനാ പോകുന്നേ? എന്ത് മേടിച്ചാൻ? മുട്ടായി. പെണ്ണിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ അസ്ദയിൽ പോവാൻ. അതേപോലെ ഞങ്ങൾ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. ഞങ്ങളൊന്ന് കുറച്ച് നാളത്തേക്ക് നാട്ടിൽ പോയി നിൽക്കുക കേട്ടോ. കറക്റ്റ് സമ്മർ തുടങ്ങിയപ്പോഴാണ് പോകുന്നത്. ഓഹോ, വേണ്ട, ഇവിടെ ഒരുപാട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചെടി എന്തെങ്കിലും മേടിക്കണം. വാവ്, ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോയാൽ വളരുമെന്തോ. നാട്ടിൽ കൊണ്ടുപോയാൽ പണി കിട്ടും ചിലപ്പോൾ. നമുക്ക് വേണ്ടടി ആമി, ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോയാലേ ചിലപ്പോൾ പണി കിട്ടും. നമുക്ക് അകത്ത് പോയി ഷോപ്പിംഗ് ചെയ്യാം അല്ലേ. വേറെടി വേണ്ടേ? അതെന്തിനാ നമുക്ക്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഇതൊന്നും കൂടെ എടുക്കാം. പിസ്താച്ചിയോ തീർന്നു പോയാൽ ബദാം എടുക്കാം. പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ. ഹോട്ട് വീൽസിന്റെ കുറെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടോ. ഇത് കണ്ടോ, അടിപൊളിയല്ലേ. എനിക്കതടി വേണ്ടേ അമ്മി? ഇങ്ങനെയുണ്ട്, സോ ബിഗ് ആണ്. ഇത് വേണ്ടേ? എഗ്ഗോ? ആമിക്ക് എഗ്ഗിനോടാട്ടോ താല്പര്യം. ഏതെഗ്? ഇതൊന്നും അല്ല നമ്മൾ മേടിക്കുന്നത്. ഇത് വേണ്ട, നമുക്ക് ആ കളക്ഷൻ ചെയ്യുന്ന എഗ്ഗില്ല, അത് മേടിക്കാം.
ഓ അതൊക്കെ വേണം. ഇതിനാണോ വേണ്ടേ? എന്നാൽ പോവാ, മമ്മി വന്നിട്ട് മേടിക്കാം. നമുക്ക് ഇതും മേടിച്ചാം, തൽക്കാലം ഇതും വെച്ചാം. അടിപൊളിയല്ലേ? ഡൈക്കാസ്റ്റ് ആട്ടോ, പോർഷെ 911. വേണ്ടടി, മമ്മി തല്ലൂടി, മമ്മി തല്ലൂടി നമ്മളെ. നിനക്ക് ഏത് ചോക്ലേറ്റാണ് വേണ്ട ഇതിനകത്ത്? പിങ്കാ? ഇത് റാസ്ബെറി ആൻഡ് ക്രീം. ഓക്കെ. ഹേ അങ്ങനെ നമ്മളിത് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. എന്താ വെയിൽ അല്ലടി അമ്മി? അടിപൊളി അടിപൊളി കാലാവസ്ഥ. എന്താ പറഞ്ഞ? ചെവി എന്താവുന്നേ? കാറ്റടിക്കുന്നോ? കാറ്റുണ്ട് കേട്ടോ ചെറിയ. ഇനി നമുക്ക് എങ്ങാ പോണ്ടേ? മമ്മി വരുന്ന വരെ നമുക്ക് ഇങ്ങനെ കറങ്ങാം. എങ്ങ പോണ്ടേ? മിന്നു വരുന്ന വരെ ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ, അല്ലേ അമ്മി? എന്താ പറഞ്ഞേ? അങ്ങനെ അയ്യോ നീ എന്നാ പോകുന്നേ? അടക്കട്ടെ, ലെറ്റ്സ് ഗോ. ഇനി നമുക്കിത് കൊണ്ടുവച്ചിട്ട് വരാം. എവിടെ കൊണ്ടുവെക്കുന്നത്? അവിടെ കൊണ്ടുവെക്കാം. നമ്മളെ വണ്ടി പോലെ തന്നെ ഒരു വണ്ടിയാണ്. നമുക്ക് ആദ്യം പോയിട്ട് വീട്ടിൽ പോയി പാല് വെക്കാം ഗൈസ്. ഞങ്ങളെ പാല് മേടിച്ചു, അത് വണ്ടിയിലിരുന്നാൽ ചിലപ്പോൾ കേടായി പോകും. പോടേ അമ്മി? ബാക്കൊക്കെ ഓക്കെ അല്ലേ? പോട്ടെ, സ്ലോലി പോവാ. നീ ഇരുന്നോ? വണ്ടിയുടെ താക്കോല എവിടെയാണ് വെച്ചേ? നീ അല്ലേ വെച്ചേ, പിന്നെ ആരാ വെച്ചേ? നമ്മൾ മിന്നിനെ പിക്ക് ചെയ്തിട്ടോ. എങ്ങനെയുണ്ടായിരുന്നു മിന്നു? വലിയ BMW എല്ലാം കാണുമ്പോ കൊതിയാണ്. നമുക്ക് മേടിക്കണ്ടേ? പാരസെറ്റമോൾ ഇല്ലടി. ആമിക്കുട്ടി മമ്മീനെ വിട്ടിട്ട് പോയിട്ട് എന്തൊക്കെയാ ഷോപ്പിംഗ് ചെയ്തേ? മേടിച്ചില്ല നമ്മളെ. ക്രിസ്പി റൈസ് ക്രിസ്പീസിനെയാണ് ടാമി ക്രിസ്പി റൈസ് എന്ന് പറയുന്നത്. കിപ്പി റൈസ്. എനിക്കാദ്യം അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് സർപ്രൈസ് ആവാനോ? എന്ത് ക്രിസ്പി റൈസ് മേടിച്ചാ? പിന്നെ മുട്ടായി മേടിച്ചോ? എന്നിട്ട് തന്നെ തിന്ന് തീർത്താ? മമ്മിക്ക് സർപ്രൈസ് തരാൻ മേടിച്ചിട്ട്? പിന്നെ എന്തിയ? എവിടെയുണ്ട്? കാറിലുണ്ടോ? ഓക്കെ. ഫുഡ് കഴിച്ചായിരുന്നാ? ഗുഡ് ഗേൾ. അങ്ങനെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലെത്തിട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഗ്രോസറി കടയിൽ കയറി കുറച്ച് സാധനം മേടിച്ചു. കിങ് ഫിഷ്, പിന്നെ നമ്മുടെ നാട്ടിലെ ചീര ഉണ്ട. നാട്ടിൽ ഈ ചീരയൊന്നും ആർക്കും വേണ്ടാതെ കിടന്ന സാധനമാണ്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നൊസ്റ്റു. വെരി ടേസ്റ്റി. നാട്ടിലുള്ളപ്പോൾ ഞാൻ ചീര തിന്നൂല, ഇപ്പോഴാണ് വെരി ടേസ്റ്റി. എന്നാ ഇത് ആ മീനെടുത്തോ. ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മളിങ്ങനെ എടുക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. അത് വാറ് തുടങ്ങിയപ്പോഴത്തേക്ക് ടിക്കറ്റിന്റെ പൈസ പോയ പോക്ക് നോക്കണേ. ഞങ്ങൾ ആദ്യം നോക്കിയപ്പം 1100 പൗണ്ട്, അങ്ങനെ ആ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ എത്ര 5400 പൗണ്ടൊക്കെ. എന്റെ മണ്ടത്തേത്തിനാണെങ്കിൽ അന്ന് എടുത്തൂല്ല. ഞാനത് പറഞ്ഞു, പിന്നെ എടുക്കാൻ നമ്മള് ഡേറ്റിനോടനുബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ പൈസ കുറയെന്ന് പറഞ്ഞിട്ടേ. അതിന്റെ ഇടയിലാണ് വാറ് വന്നത്. അയ്യോ, എന്തായാലും കുറച്ച് പൈസ പോയി, സാരമില്ല. നമ്മുടെ വണ്ടിയുടെ MOT കഴിയാനായിട്ടോ. ഇനിയിപ്പോൾ അത് ബുക്ക് ചെയ്യണം, അടുത്ത പരിപാടി.
എന്തെല്ലാം ചെയ്താലാ ജീവിച്ചു പോകാൻ പറ്റാതെ ഇവിടെ. നമുക്കിപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ നാട്ടിൽ പോണേ. അതെ, 2 വർഷങ്ങൾക്ക് ശേഷം. നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം ഓരോ വർഷം കൂടുമ്പോൾ പോയിട്ടുണ്ട്. തവണ ഇച്ചിരി വലിയ ഗ്യാപ്പ് എടുത്തു, 2 വർഷം. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്മേനെയും പപ്പേനെയും മമ്മി അവരെല്ലാം 2 തവണ വന്നു. അമ്മ 2 തവണ വന്നില്ലേ? ഇല്ല ഒരു തവണ വന്നല്ലേ? ഓക്കെ. പപ്പയും മമ്മിയും അവരൊരു തവണ വന്നു, അമ്മ ഒരു തവണ വന്നു. പിന്നെ നമുക്ക് നാട്ടിൽ നമ്മുടെ പിള്ളേരെ അവരെല്ലാം നിന്നെ കാണാനുണ്ട്. പിള്ളേരൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. പിള്ളേരൊക്കെ വലുതായി അല്ലേ? അതെ. ഇപ്പൊ അവരെല്ലാം പോയി കാണണം. ഇങ്ങോട്ടേക്ക് വരുമ്പോ ആവശ്യമില്ല ആമിയുടെ അത്ര ഉണ്ടായിരുന്നല്ലോ. ശരിയാ. അപ്പൊ ആമീനെ ഒന്ന് നാട്ടിൽ കൊണ്ട് കാണിച്ച് അവളാ നാട്ടിൽ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അല്ലേ? അവളാ കളിക്കുന്നത്, ഞങ്ങളൊക്കെ കളിച്ചു നടന്ന സ്ഥലത്തൂടെ അവള് കളിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വലുതായിട്ട് ഇവള് ഇവിടത്തെ ഇതിലോട്ട് അങ്ങ് മാറിക്കഴിഞ്ഞാൽ അവള് അത്ര എൻജോയ് ചെയ്യൂല. അതന്നെ, ഇവള് ഇപ്പൊ ഈ സമയമൊക്കെ കറക്റ്റാ. ഷോപ്പിങ്ങിന് വന്ന് ക്ഷീണിച്ച മിന്നുവിന് ഒരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു കേട്ടോ. ഇതാ, മിന്നൊരു ഹോട്ട് ചോക്ലേറ്റ് ഫാനാ അല്ലേ? എനിക്ക് ചോക്ലേറ്റ് അല്ലാതെ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അതൊരു ഭയങ്കര ഇതാണ്. അത് ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമായിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് കഴിച്ചത് മുംബൈയിലെ ബർഗർ കിങ്ങിൽ നിന്നല്ലേ ഫസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചത്. അവിടെ നിന്നിട്ട് ഇഷ്ടമായി. നമ്മുടെ ഈ പെണ്ണ് ചോക്ലേറ്റ് എങ്ങനെ കിട്ടിയാലും തിന്നും കേട്ടോ. ഞാനും അതെ, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. എനിക്കിഷ്ടമില്ല അല്ലാതെ. പെണ്ണിന് അതേപോലെ, പെണ്ണിന് ഇഷ്ടമാണ്. അബിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അബി ഓടുവാണേ. ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ നീ നോക്കിക്കോ. എനിക്കിഷ്ടമില്ല. എനിക്ക് നല്ല രസമുണ്ടല്ലോ. ഇച്ചിരി കയറ്റി ഇടണേ ഇച്ചിരി. ഇതൊക്കെ നോക്കി നല്ല രസമില്ലേ? ഇതൊക്കെ എന്താണെന്നറിയാം, ഇനിയിപ്പോ ബീച്ച് ഔട്ട്ഫിറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വരുമല്ലോ അല്ലേ? അത് കൊള്ളാം. അബിയുടെ ഈ ഷർട്ടിന്റെ ബാക്കിലെ ഡിസൈൻ നല്ല രസമുണ്ട്. ഇത് അടിപൊളിയാണ്. പിന്നെ ബീച്ചിലൊക്കെ പോകുമ്പോ ഇടാ സെറ്റാ. ബീച്ച് അതുപോലെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ക്രൂയിസ് ട്രിപ്പോ ട്രിപ്പിനൊക്കെ അടിപൊളിയാ. എന്നാ ഇത് എടുത്തു വെച്ചാലോ? നമുക്ക് എടുത്തു വെച്ചാലോ? എപ്പോഴെങ്കിലും ക്രൂയിസ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഇടാന്ന് വെച്ചാൽ. പക്ഷെ നല്ല കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല തുണിയോ? അതെ, വലിയ മീൻസ് അങ്ങനെ മോശമാവത്തില്ല. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. റേറ്റ് ഉണ്ട്. 42 പൗണ്ടും പിന്നെ ഇതിനെത്ര? 38 സംതിങ്. ഓ, 80 പൗണ്ടാവും മൊത്തം. വേണ്ട, അത്രയും പൈസ കൊടുത്തിട്ട് വേണ്ട. 8000 രൂപ. രണ്ടും കൂടി ഒരു 40 പൗണ്ടൊക്കെയാണ് പിന്നെ ഉണ്ട്. 8000 രൂപ ഇച്ചിരി കൂടുതലാ. നാട്ടിൽ പോയാൽ 2000 രൂപ കിട്ടത്. വേറെന്താ വേണ്ടേ? ഈ ഒരു സമയത്തൊക്കെ ദുബായിൽ ഇറങ്ങി വരാൻ പറ്റുവാണെങ്കിൽ അടിപൊളി കുറേ സാധനങ്ങൾ മേടിക്കാൻ. ദുബായിൽ ഇറങ്ങി 2 മിസൈലും മേടിച്ച് വീട്ടിൽ പോയാലോ? വീട്ടിൽ പോകാൻ പറ്റില്ല, മിസൈൽ മേടിച്ചാണ് നിന്നാൽ മതി നിങ്ങൾ. ആമ ഇത് ഇവിടെ മുകളിൽ ആമയുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആമി, ആരായിട്ട് ഇതിന്റെ വീഡിയോ എടുക്കുന്ന അവിടെ? വീഡിയോ ഇതെന്തിനാ അറിയോ? നമ്മുടെ പുതിയ ജ്വല്ലറി ഇടാൻ വേണ്ടിട്ടാ. നമ്മളെ സ്റ്റോക്ക് എല്ലാം സ്റ്റക്കായി നിൽക്കുക കേട്ടോ അല്ലേ? അതെ. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതേ ഈവനിങ് ആയി. എനിക്ക് നല്ല സൺസെറ്റ്. എത്ര നാൾക്ക് ശേഷം ചെമ്മാനെല്ലാം കാണുന്നേ? നോക്ക്, സമയം ഇപ്പൊ 6:30 ആയോ? എന്റെ ദൈവമേ, ഒരു ദിവസം ഞങ്ങളുടെ പോകുന്ന കണ്ടില്ലേ എങ്ങോട്ടാന്ന് അല്ലേ? എതിലെ പോയെന്ന് പോലും അറിയത്തില്ല. പൈസ ഇതിലാ തീർന്നത്. 2 ദിവസത്തെ പണിക്കൂലി തീർന്നു. എന്നാ ഇത് ആർക്കെങ്കിലൊക്കെ മനസ്സിലാവോ നമ്മുടെ കഷ്ടപ്പാട്? നമ്മുടെ കഷ്ടപ്പാട് ആർക്കും അറിയുന്നല്ലേ? അതെ. 2 ദിവസത്തെ പണിക്കൂലി ഞങ്ങൾക്ക് തീർക്കാൻ ഒരു 3-4 മണിക്കൂർ മതി. അല്ല, ഇവിടെ അങ്ങനെയാ, ഇറങ്ങിക്കഴിഞ്ഞാൽ തീരും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു സാധനം മേടിച്ചേ, ചില്ലി പെപ്പർ. പുതിയ സാധനം ഇത്, അബ്സലൂട്ടിൻ്റെ. അടിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ. ആമിക്കുട്ടി വാട്ടർ തീം പാർക്കിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആമിക്ക് വാട്ടർ തീം പാർക്കിൻ്റെ ഒരു ഇത് എടുത്തിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ പോയിട്ട് വാട്ടർ തീം പാർക്കിൽ പോകണ്ടേ? നാട്ടിൽ പോയിട്ട് പോകുന്നതാണ് നല്ലത്.
നമുക്ക് ചേച്ചീനെ കുട്ടൂനെല്ലാം കൂട്ടണ്ടേ? അവിടെ എല്ലാം പോണോ? എന്റെ അഭിപ്രായത്തിലേ ഇവിടുത്തെ വാട്ടർ തീം പാർക്കിലും കൂടെ ഒന്ന് പോണോടി. രസല്ലേ? ഇവിടെ പോണം. നമ്മൾ വിളിച്ചിട്ട് വെയിലതായിട്ട് പോവാന്ന് വെച്ചോണ്ടല്ലോ നമുക്ക് ലെഗോലാൻഡിലൊക്കെ പോവാം.